വീണ്ടും നമ്മൾ കയറി വരുമ്പോൾ മറ്റൊരു വാതിൽപ്പടിയാണ് കാണുന്നത്. അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ളൊരു വാച്ച് ടവറും കാണാൻ പറ്റും. ഇതൊരു വാച്ച് ടവറായിരുന്നു. കണ്ടോ, ഒരു വാച്ച് ടവർ. താഴെ നിന്നുള്ള കാഴ്ചകൾ മുഴുവൻ ഇവിടെ വന്നാൽ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്ന് മുകളിൽ പോയി നോക്കാം എന്താണ് അവസ്ഥ എന്ന്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു വല്ലാത്ത വാച്ച് ടവറാണ്. ഈ പ്രദേശം മുഴുവൻ ഒരു വ്യൂവിൽ കാണാൻ പറ്റും. കാറ്റാടിപ്പാടത്തിൻ്റെ അപ്പുറം വരെ, അതായത് രാജാവിൻ്റെ ഏരിയ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ വാച്ച് ടവർ ഇവിടെ പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലവുമുണ്ട്. പല തട്ടുകളിലായിട്ട് പല പ്രദേശങ്ങളിലായിട്ട് നിരന്ന് കിടക്കുന്ന ഒരു കോട്ടയാണിത്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ കോട്ടയുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് തന്നെ പോകാം. അപ്പം ഞാൻ താഴോട്ട് പോവാണ്. താഴോട്ട് പോകാന്ന് പറഞ്ഞാൽ അവിടുന്ന് താഴോട്ട് ഇറങ്ങി ഇനി മുകളിലോട്ടാണ് കയറുന്നത്. വീണ്ടും ഒരു ഗേറ്റ് വേ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് പ്രധാന ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നാണ് തോന്നുന്നത്. ഹിദിമേശ്വര ടെമ്പിൾ, സാമ്പിൾ സിദ്ധേശ്വര ടെമ്പിൾ, മുരുകാമാത ടെമ്പിൾ. അപ്പോൾ ഇവിടെ 3 ക്ഷേത്ര സമുച്ചയമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് കണ്ടോ, ആ സ്തൂപം, വലിയൊരു സ്തൂപം. അതുപോലെ തന്നെ ഇവിടെ മണികൾ കെട്ടാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ത്രാസ് വെക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതെന്തോ ആചാരപ്രകാരം തൂക്കം വെക്കുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. 2 ഹുക്കുകളൊക്കെ മുകളിൽ കാണാം. അതുപോലെ തന്നെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു സാധനങ്ങളൊക്കെ വിൽക്കുന്ന, അതായത് ഇതൊരു ഷോപ്പായിട്ട് വർക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോഴത്തെ ഇതിൻ്റെ മുകളിലാണ് ഒരു ദേവീക്ഷേത്രമുള്ളത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രക്കുളമാണിത്. ധാരാളം വെള്ളത്തിൻ്റെ സ്രോതസ്സുകളുള്ളതുപോലെ ഇവിടെയും ഒരു ക്ഷേത്രക്കുളമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. എങ്കിലും നമ്മൾ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് പോവുകയാണ്. അണ്ണാൻകുഞ്ഞുങ്ങൾ ചാടിക്കളിക്കുന്നുണ്ട്. ഈ കളറിലെ അണ്ണാനാണ്. ഒരു തമിഴ്നാട് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ മലകളിലും ഉണ്ട്. ഇതുങ്ങൾക്ക് ഇത്രയ്ക്ക് തീറ്റ ഈ മരങ്ങളുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊരു പുതിയ സ്തൂപമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പൊട്ടിയിരിക്കുക, മേളിൽ നിന്ന് വിണ്ട് കീറിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പഴയ ക്ഷേത്രവും പഴയ സ്തൂപവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സമീപം നിന്നിട്ട് നമുക്ക് താഴേക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ മുമ്പത്തെ കാഴ്ചകളെ കഴിഞ്ഞ് വലിയ കാഴ്ചയാണ്. ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ച. ഈ മരങ്ങളൊന്നും വന്ന് കാണില്ല.
കോട്ട ക്ലിയറായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഏരിയ മുഴുവൻ കവർ ചെയ്ത്. ഇതാണ് ഈ കോട്ടയുടെ മറ്റൊരു ഭാഗം. അതിന് മുകളിലേക്കൊക്കെ പുതിയ നിർമ്മിതികളാണെന്ന് തോന്നുന്നു, അങ്ങ് മുകളിലൊക്കെ കാണുന്നത്. എവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്കാണ് കയറി പോകുന്നത്. അപ്പോഴത്തെ കോട്ടയുടെ അതും ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലോട്ടാണ് ഇനി ഞാൻ പോകുന്നത്. ഇവിടെ ക്ഷേത്ര സമുച്ചയമാണ്, അപ്പുറത്തും എല്ലാം ക്ഷേത്രങ്ങളാണ് കാണുന്നത്. അത് കോട്ടയുടെ ഏറ്റവും മുകളിൽ വന്നാൽ മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്ര സമുച്ചയം നമുക്ക് കാണാൻ പറ്റൂ എന്നാണ് അതിൻ്റെ പ്രത്യേകത. രണ്ട് പിന്നെയും അണ്ണാൻകുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നത് കാണാം. നിറയെ ഉണ്ട് കേട്ടോ, അവർ ചരയ്ക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. യജ്ഞത്തേശ്വരി ടെമ്പിളാണിത്. യജ്ഞത്തേശ്വരി ടെമ്പിൾ, യജ്ഞതേശ്വരി ടെമ്പിൾ. ഫാമിലി इरिക്കുന്നുണ്ടോ? ഒരു മങ്കി ഫാമിലി, തള്ള പന്ത ഒരു కుഞ്ഞి. ఇక్కడ మిడల్ లో కొన్ని టెంపుల్స్ ఉన్నాయి. ఆ స్పేస్ కి చాలా స్పేస్ లో అది ఉంది. అది తప్ప ഒരു ക്യാമറയ്ക്ക് പോസ് ചെയ്യുകയാണ്. അപ്പോഴത്തെ അടുത്ത ക്ഷേത്രത്തിനുള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിത്രദുർഗയിലെ മനോഹരമായ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ ഹംപിയിലെ ക്ഷേത്രങ്ങളുടെ ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ക്ഷേത്ര കവാടത്തിലേക്കാണ്, ഉള്ളിലേക്കല്ല, ക്ഷേത്ര കവാടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെയും ആളുകൾക്ക് വിശ്രമിക്കാനും കാവൽക്കാർക്ക് നിൽക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമുണ്ട്. ധാരാളം കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഓടാ, ഇതുണ്ടോ? ഒരുത്തൻ എൻ്റെ ബോട്ടിലടിച്ചു മാറ്റാൻ നോക്കി. സമ്മതിക്കുമോ ഞാൻ? അവൻ ആരാ മോനെന്നറിയാമോ? അപ്പോഴത്തെ ഇങ്ങോട്ട് കയറി വരുമ്പോഴും ക്ഷേത്രത്തിൽ ഒരു ഗോപുരം കാണാൻ പറ്റും. ഇതിൽ ഒരു മണി തൂക്കുന്ന ഗോപുരം തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് മുകളിലത്തെ ക്ഷേത്രത്തിലേക്ക് കടന്നു പോകാനുള്ള കമാനമാണ്. മുഴുവൻ കരിങ്കല്ലിൽ തന്നെയാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്, വാതിലുകളും തട്ടുകളുമെല്ലാം. അപ്പോൾ കോട്ടയുടെ ഏകദേശം മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് മറ്റൊരു ക്ഷേത്രത്തിലോട്ടുള്ള പ്രവേശന കവാടമാണ്. അത് പണ്ട് നിർമ്മിച്ചിരുന്ന ഒരു സ്തൂപമായിരുന്നു. കണ്ടതുകൊണ്ട് ഒരു ചെറിയ സ്തൂപം. അപ്പോൾ ഈ വഴിക്ക് പോയി മുകളിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെയും കയറി വരുമ്പോൾ സാധാരണ കാണുന്ന പോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ രണ്ടാമത്തെ കമാനമാണിത്. അതും കടന്ന് അതിനൊക്കെ ഓരോ അർത്ഥവും ശാസ്ത്രവും ഒക്കെ കാണും. ഇത്ര കമാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല ആയതുകൊണ്ടായിരിക്കും. ഇതിനുള്ളിൽ 2 മുറികൾ പോലെ കാണാം. എനിക്ക് തോന്നുന്ന പടയാളികൾക്ക് താമസിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കണം. അപ്പോൾ നമ്മൾ ഇതും കഴിഞ്ഞിട്ട് മുകളിലേക്ക് എത്തുമ്പോൾ 2 കമിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. കമിതാക്കളല്ല, ഒരു കുടുംബമാണ് കേട്ടോ. ഭാര്യയും ഭർത്താവും കൊച്ചും കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കുഞ്ഞിനെ മറച്ചു വെച്ച് ഞാൻ വന്നപ്പോൾ. അപ്പോഴത്തെ ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ അവർ സമ്മതിക്കുകയില്ല. കുടുംബമായിട്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പം അടി തന്നിരിക്കും. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം. അതുപോലെ തന്നെ നമുക്കിവിടെ നിന്നാൽ ഈ പ്രദേശങ്ങളാണ് കാണാൻ പറ്റുക. കോട്ടയുടെ
ഒരു പടിഞ്ഞാറൻ തെക്കൻ മേഖലയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കിഴക്കൻ മേഖലയാണ് ഈ ഭാഗം. ഇത് തെക്കൻ മേഖല, ഇത് വടക്കൻ മേഖല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു സ്തൂപം. പക്ഷേ പണ്ട് കാലത്ത് മറിഞ്ഞു വീണതാണെന്ന് തോന്നുന്നു. ഇതുപോലെ കമ്പി അടിച്ച് കയറ്റിയിട്ട് അതിൻ്റെ മേളിലാണ് അടുത്ത ഇത് കയറ്റി വെക്കുന്നത്. ആ ക്ഷേത്രത്തിലോട്ട് നമ്മളിപ്പോൾ പോയിട്ടില്ല, അങ്ങോട്ടേക്ക് പോകുന്നതേ ഉള്ളൂ. ഇത് കരിങ്കല്ലിൽ തീർത്ത് ഒരു ഇത്ര അടി ഉയരത്തിൽ കരിങ്കല്ലിൽ തീർത്തിട്ട് അതിൻ്റെ കമാനങ്ങളെല്ലാം ചുടുകട്ടയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ മിക്ക ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പരിധി വരെ കരിങ്കല്ലിൽ തീർത്തതിന് ശേഷം അത് ചുടുകട്ടയിൽ ബാക്കി ഭാഗം തീർക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി. അതുപോലെ തന്നെ ഇത് കണ്ടോ, ആ പാറയെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏകദേശം മുകളിലെത്തിയ ഞാൻ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ ഈ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ട ഹൈവേയും ആ തടാകവും ഒക്കെയാണ് അങ്ങ് അകലെ കാണുന്നത്. അതുപോലെ തന്നെ ചിത്രദുർഗ പട്ടണമാണ് ഈ കാണുന്നത്. വളരെ വലിയൊരു പട്ടണമാണ് ചിത്രദുർഗ, ഒരു ഡിസ്ട്രിക്റ്റ് കൂടിയാണ്. അപ്പോഴത്തെ ആ ഭാഗത്ത് പ്രധാന ക്ഷേത്രമാണെന്ന് തോന്നുന്നു. കാരണം സ്തൂപത്തിനൊക്കെ വലിയ വലിപ്പങ്ങളുണ്ട്, കമാനങ്ങളുണ്ട്, കയറിപ്പോകാനുള്ള ആ പടിപ്പുരകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാഴ്ചകൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇത് കണ്ടോ, ആ പാറയുടെ മുകളിലോട്ടൊക്കെ ആൾക്കാർക്ക് കയറിപ്പോകുന്നുണ്ട്. പക്ഷേ അത് നല്ല റിസ്ക്കുള്ള പണിയാണ് ഏറ്റവും മുകളിലെത്തുക എന്നുള്ളത്. നടന്ന് കയറി പോകാൻ പറ്റും, അതിന് നടകളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത ക്ഷേത്രത്തിൻ്റെ കമാനമാണ്. ഇതിനുള്ളിലൂടെ നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാണ്. ക്ഷേത്രക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കമാനങ്ങളാണിത്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് എതിർ ക്ഷേത്രം മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സ്തൂപമാണിത്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. ക്ഷേത്രത്തിന് കമാനം കടന്ന് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് പഴയകാലത്ത് നിർമ്മിച്ച ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ആ സ്തൂപമാണ്. എത്രയോ വലിപ്പമുള്ള കല്ലിലായിരിക്കണം ഈ സ്തൂപം കൊത്തിയെടുത്തിരിക്കുന്നത്. ഒറ്റ കല്ലാണ് കേട്ടോ, ഒറ്റക്കൽ സ്തൂപമാണ്. അതുപോലെ തന്നെ ഇത് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതിനൊരു ഗേറ്റ് പോലെ, അതിലെനിക്ക് തോന്നുന്ന മണി തൂക്കിയിട്ടിരുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ മുൻപ് അവിടെയും അതുപോലെ തന്നെ കാണിച്ചിരുന്നു. അപ്പോൾ അത് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സത്രം, വലിയൊരു സത്രത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റും. അത് മുഴുവനായും കരിങ്കല്ലിൽ തീർത്താണ്. ഇപ്പോൾ പെയിൻ്റ് അടിച്ചെന്നേ ഉള്ളൂ അതിൻ്റെ മുകളിൽ. അതോടെ അതിൻ്റെ ആ നാച്ചുറൽ ഇതങ്ങ് പോയി. ഓരോരോ സ്ഥിരതയില്ലാത്തവർ ഓരോ കാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളാണത്. ഇത് നമ്മുടെ വാതിലുകളുടെ വിജാഗിരി ഇടുന്ന ഭാഗമാണ്. ഇത് കണ്ടോ, അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ വീണ്ടും ക്ഷേത്രത്തിന് മറ്റൊരു കമാനം കൂടിയുണ്ട്. ഇതിനുള്ളിലൂടെ ആയിരിക്കണം ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട പ്രധാന രീതി. അത് ഈ സത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിപ്പോൾ അവിടെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുകയാണ്. അതിൻ്റെ സാധനങ്ങൾ ശേഖരിക്കുന്ന സ്ഥലമാണ്. ഈ ക്ഷേത്രത്തിനുള്ളിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി നടത്തുക. ഇത്രയും വലിയ പാറകളുടെ ഇടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഴയ നിർമ്മിതികളാണ്, എല്ലാം നശിച്ചു. ഇവിടെയെല്ലാം കയറിയിരിക്കാനുള്ള മണ്ഡപങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം.
ക്ഷേത്രമാണ് കേട്ടോ. ഇതാണ് നന്ദിയൊക്കെ കാണാം. ലൈറ്റ് കുറവാണ്. തൊട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഉള്ളിലൊരു തൊട്ടിൽ പല പല ശില്പങ്ങളൊക്കെ കൊത്തി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, അതുകൊണ്ട് സാധനങ്ങളൊക്കെ അടുപ്പിക്കുകയാണ് അവർ. ശിവക്ഷേത്രമാണ്, ശിവപാർവതിമാരുടെ ക്ഷേത്രമാണ്. ഇതാണ് ക്ഷേത്രം. ആ മലയുടെ മുകളിലേക്ക് കയറുക എന്നത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. കാരണം ഉച്ച നേരമാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പാറകളിൽ പിടിച്ച് വേണം കയറിപ്പോകാൻ. ഒറ്റയ്ക്കുള്ള യാത്രയിൽ അത് ബുദ്ധിമുട്ടാകുന്ന കാര്യമാണ്. പിന്നെ അവിടെ കൂടുതലും ശൃംഗരിക്കാൻ വന്നിരിക്കുന്ന ആളുകളാണുള്ളത്. അപ്പോൾ നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവർക്കുള്ള ഫ്രീഡം നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ചിത്രദുർഗയുടെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്. അതെല്ലാം എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. എന്നിട്ട് പോണ വഴിയിൽ എവിടെയെങ്കിലും സ്റ്റേ ആകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ചിത്രദുർഗയിൽ നിന്ന് യാത്ര തിരിച്ചു. രാവിലെ പോകുന്നതാണ്. അപ്പോൾ വരുന്ന വഴിയിൽ നമുക്ക് നോക്കത്താ ദൂരത്തോളം കൃഷിസ്ഥലങ്ങളാണ് കാണാൻ പറ്റുക. അങ്ങകലെയൊക്കെ തെങ്ങും തോപ്പുകളും കവുങ്ങും തോപ്പുകളുമാണ് കൂടുതലും. അതുപോലെ തന്നെ പറമ്പെല്ലാം ഉഴുതുമറിച്ച് പുതിയ കൃഷികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു. ഇവിടെയെല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വേനൽ മഴ നല്ല തകർത്തടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഹൈവേയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ബാംഗ്ലൂർ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. പക്ഷേ അത് ഒരുപാട് ദൂരമുണ്ട്. അതിനിടയിൽ വല്ല കാഴ്ചകളും ഉണ്ടെങ്കിൽ അത് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി പോയി കാണാമെന്നാണ് വിചാരിക്കുന്നത്. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേയിലൂടെ നമ്മൾ നല്ല സ്പീഡിൽ തന്നെ ചവിട്ടി പോവുകയാണ്. ഇന്ന് നേരത്തെ ഇറങ്ങി 6 മണിക്ക് തന്നെ ഇന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പം തന്നെ ഒരു 15 കിലോമീറ്റർ ചവിട്ടി കഴിഞ്ഞു. സൂര്യനൊക്കെ ഉദിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലൂടെ നല്ല കൃഷിയിടങ്ങളൊക്കെ കണ്ട് ഗോതമ്പ് പാടങ്ങളൊക്കെ കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഷിമോഗ ഹൈവേന്ന് നമ്മൾ തിരിയുകയാണ്. തല്ലിയ എന്നുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്ന. വഴിക്ക് ആരും പിടിച്ച് തല്ലാതിരുന്നാൽ മതിയായിരുന്നു. തല്ലിയ എന്നുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഈ റൂട്ടാണ്. അപ്പോൾ മന്തേരു 4 കിലോമീറ്റർ, തല്ലിയ 7 കിലോമീറ്റർ, ജൻകൽ 20 കിലോമീറ്റർ, ഹൊസദുർഗ 35 കിലോമീറ്റർ. അപ്പോൾ ഈ 35 കിലോമീറ്റർ കഴിയുമ്പോഴായിരിക്കും നമ്മളിനി അടുത്ത ഹൈവേയിൽ കയറുന്നത്. അപ്പോഴത്തേ ഇത് ഇവിടുന്ന് തല്ലിക്കുള്ള വഴിയെ നമ്മൾ തിരിയുകയാണ്. മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. മഴയ്ക്ക് സാധ്യതയുള്ള ഏരിയയാണ്. എന്നാലും നമ്മൾ പോവുകയാണ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും പെട്രോൾ പമ്പ് പിടിക്കണം. 35 കിലോമീറ്റർ പോയാലേ ഉള്ളൂ നമുക്ക് എല്ലാം സാധിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പോവട്ടി. അപ്പം നമ്മൾ കൃഷിസ്ഥലങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നായശല്യം ഭയങ്കര കേട്ടോ. പക്ഷെ അവന്മാരുടെ ഏരിയ വിട്ട് വെളിയിൽ ചാടിയാലോ. അതാണ് അതിൻ്റെ പേടി. അതുകൊണ്ട് വീണ്ടും ഇവിടെ പപ്പായ കൃഷിയുടെ ഏരിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കവുങ്ങിൻ്റെ ഇടയിലാണ് പപ്പായ കൃഷി. ഇത് വെയിൽ കിട്ടാതെ എങ്ങനെ കായ്ക്കുമെന്ന് ഞാൻ ആലോചിക്കും. എവിടെയൊക്കെ കവുങ്ങ് പാകി നിർത്തിയിട്ടുണ്ട്. വലിയ തൈകളായി കഴിഞ്ഞാണ് കേട്ടോ ഇവർ പറിച്ചു വെക്കുന്നത്. നമ്മളൊക്കെ സാധാരണ ഒരു 2-3 പ്രായത്തിൽ കൊണ്ടുപോയി പറിച്ചു വെക്കുന്നതാണ്. ഇത് വലിയ തൈകൾ ചുമ്മാ പാകുക, അടയ്ക്കാൻ കൊണ്ടുവന്ന് നിരത്തി അങ്ങ് ഇട്ടേക്കുക. അതവിടെ കിടന്ന് കിളുക്കുവോ കിളുക്കാതിരിക്കുവോ. വളമാണ്, വളം തട്ടിക്കൊണ്ടേയിരിക്കും. ചാണകമൊക്കെ കൊണ്ടുവന്ന് ട്രെയിലറെ കൊണ്ടുപോയി തട്ടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ട്രാക്ടറിൽ എന്തെല്ലാം പ്രയോജനമുണ്ടോ
ഒരു ട്രാക്ടർ കൊണ്ട് നിലം ഉഴാൻ പറ്റും, നിലം നിരത്താൻ പറ്റും, അതുപോലെ തന്നെ ട്രെയിലറിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ ഇത് വല്ലതും നടക്കുമോ? നടന്നാൽ തന്നെ അവൻ്റെ ആ ട്രാക്ടറുകാരൻ ആ ട്രാക്ടറും വിറ്റ് അവൻ്റെ പറമ്പും വിറ്റാലും ഇത് ഗവൺമെൻറ്റിന് അടയ്ക്കാനുള്ളതല്ലേ കാണത്തുള്ളൂ. ജനങ്ങളെ ഇതുപോലെ സംരക്ഷിക്കുന്ന കുറേ മറ്റ് സംസ്ഥാനങ്ങൾ, കർണാടക പോലുള്ള സംസ്ഥാനം, ആന്ധ്ര പോലുള്ള സംസ്ഥാനം, പ്രബുദ്ധ കേരളം കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കില്ല. വെളിയിലിറങ്ങുമ്പോഴേ ഇത് കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്.